ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷറഫീസ് ടൈപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു സൺഡേ ഇങ്ങനെ വെറുതെ മൂന്നാർ പോവാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആനച്ചാലൊക്കെ എത്തിയപ്പോൾ നമ്മൾ അവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്ദ്രിയ കല്ലടാന്തി കേവ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പരസ്യം വെച്ചേക്കണ ഒരു ബോർഡ്. അത് നമ്മൾ ജസ്റ്റ് വെറുതെ അഡ്വഞ്ചർ പാർക്കാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ ചെറുതായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നടക്കാനൊക്കെ നല്ല സ്ഥലമാണ്, നമുക്ക് ഫോട്ടോ കണ്ടപ്പോൾ തോന്നി. അങ്ങനെയാണ് നമ്മൾ അവിടെ പോയത് കേട്ടോ. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ പോയില്ലായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും മിസ്സായി പോയെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഗൈഡ് ഉണ്ടാവും. അപ്പോൾ അവരാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. ഇതിൽ മെയിനായിട്ടുള്ളത് നമുക്ക് 2 ടൈപ്പ് ഗുഹയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതും ഒന്ന് 300 മീറ്റർ നീളമുള്ളതുമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 600 രൂപയാണ് കേട്ടോ എല്ലാ ആക്ടിവിറ്റീസും ഉൾപ്പെടെ ഇവിടെ ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഗുഹയുടെ ഉള്ളിൽ കൂടെ നല്ല ഇടുങ്ങിയ വഴിയൊക്കെ ആയിരുന്നു കേട്ടോ. നടക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട്. നമ്മൾ ഒത്തിരി സ്ഥലമില്ലാത്ത സ്ഥലത്തോടെയൊക്കെ ഇങ്ങനെ കയറി പോകണമായിരുന്നു. നല്ല ഇടുങ്ങിയ വഴിയായിരുന്നു കേട്ടോ ഗുഹയുടെ ഉള്ളിൽ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ തൂക്കുപാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഗുഹ കയറി ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ തൂക്കുപാലത്തിൽ കൂടെ കയറി പിന്നെ എത്തണത് നമ്മൾ അടുത്ത ഗുഹയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഗുഹയാണ് ഞാൻ പറഞ്ഞ 300 മീറ്റർ നീണ്ടു കിടക്കുന്ന ഗുഹ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴി കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ 2 പേരും കൂടെ ഉണ്ട്. നമുക്ക് 4 പേർക്കായിട്ടായിരുന്നു ഒരു ഗൈഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരും ഇതുപോലെ തന്നെ കപ്പിൾസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൈ വാക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം അവരെല്ലാ സേഫ്റ്റി മെഷേഴ്സൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്, എങ്കിലും ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സിപ്പ് ലൈനിൽ കയറി സ്കൈ സൈക്ലിങ്ങിന് കയറി. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും എന്താ പറയുക ടെൻഷനും എല്ലാം കൂടെ മിക്സായിരുന്നു. പക്ഷേ ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് എല്ലാത്തിലും കയറി ഇറങ്ങിയപ്പോൾ ഭയങ്കര ഒരു നമ്മളെന്തോ അത് ചെയ്തു എന്നുള്ളൊരു ഫീലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ കുറേ അധികം സ്ഥലമുണ്ട് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് നടക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അഡ്വഞ്ചറും എല്ലാം ഒരുമിച്ച് വരുന്നൊരു സ്ഥലമാണത്. പിന്നെ നമ്മൾ അതിൽ കൂടെ കുറച്ച് നേരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ഏലക്ക ഒരെണ്ണം എടുത്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ പോയത് കൊട്ടവഞ്ചി ഉണ്ടായിരുന്നു. അപ്പം നമുക്കത് തന്നെ കയറിയിരുന്ന് തുഴയാം, ആ ഒരു സെറ്റപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ പോയി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വഞ്ചിയൊക്കെ തുഴഞ്ഞു. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ വിചാരിക്കുന്ന സ്ഥലത്തേക്കൊന്നും അല്ലാതെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ എവിടേക്കോ എത്തി. ലാസ്റ്റ് നമുക്ക് കയറിയ സ്ഥലത്ത് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു. പിന്നെ അവിടെയും ഒരു ഗൈഡുണ്ട്. അപ്പോൾ പുള്ളിയുടെയും കൂടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ തുഴഞ്ഞ് ഇറങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയത് കേട്ടോ. അപ്പോൾ അഡ്വഞ്ചറും റിലാക്സ് ചെയ്ത് ഇരിക്കണമെന്നും ഒക്കെ ആഗ്രഹമുള്ളവരെ ഫാമിലിയായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇന്ദ്രിയ കല്ലടാന്തി കേവ് അഡ്വഞ്ചർ പാർക്ക്. ഇവർക്ക് ഇവരുടെ തന്നെ റിസോർട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവരുടെ റിസോർട്ട് ഇവിടെ അവൈലബിൾ ആണ്, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം വരുന്നത് ആനച്ചാൽ ബൈസൺ വാലിക്ക് അടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അഡ്വഞ്ചറും എല്ലാം നല്ല എൻജോയ് ചെയ്ത് കുറേ നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഒരു സന്ധ്യ ഒക്കെ സമയമായപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടൈമിങ് വരുന്നത് രാവിലെ 11 തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇറങ്ങണതിന് മുമ്പായിട്ട് ഇത് അവരുടെ റിസപ്ഷൻ ആ ഒരു ഏരിയ ആണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് കയറി കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂമിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഒരു ചെറിയ കൗണ്ടറുണ്ട്, വെള്ളം സ്നാക്സ് അതിൻ്റെയൊക്കെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിന് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സൺഡേ ശരിക്കും നല്ല അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കുക, അഡ്വഞ്ചർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള സ്ഥലമൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് പ്രകൃതി
അന്ന് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ താലിയാണ് ഓർഡർ ചെയ്തത്. ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല ഫുഡായിരുന്നു. ഒരു അച്ചാറ് പോലും നമുക്ക് കുറ്റം പറയാനില്ല, അത്രയ്ക്ക് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.